ഇത് കേട്ടിരുന്നൊരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ അഷ്റഫ് അലിയോടും സ്വരാജിനോടും അല്ലെങ്കിൽ എനിക്ക് പൊതുവായി പറയാനുള്ള ഒരു വാചകം ഇതാണ്. ഈ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ അഷ്റഫ് അലി 6 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. ഈ 6 ചെറുപ്പക്കാരുടെ ഇന്നടക്കമുള്ള കൊലപാതകങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ അപലപിച്ചിങ്ങനെ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് അത് CPM വിമർശനത്തിലേക്ക് നീങ്ങും. CPM വിമർശനം എന്ന് പറഞ്ഞത് അഷ്റഫ് അലി ടിപ്പിക്കലായി ഇപ്പോൾ വരച്ചിട്ട ഇതേ കാരണങ്ങളിലേക്ക് വരും. ഇതേ കാരണങ്ങൾക്ക് അന്ന് ഓരോ ഘട്ടത്തിലും എന്തെല്ലാം നടപടികൾ അല്ല ഞാൻ പറഞ്ഞത് വിഷയങ്ങൾ നിങ്ങൾ അവതരിപ്പിച്ചത് നിങ്ങൾ ഇങ്ങനെ മാറിപ്പോകരുത്. എനിക്ക് അത്ഭുതം തോന്നുകയാണ് അഷ്റഫ് അലി. ഞാൻ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. ജനങ്ങൾക്ക് മുഴുവനും ബോധ്യമുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്. ഞാൻ എന്ത് ടിപ്പിക്കലാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരോ വിഷയങ്ങൾ CPM-ന് മേൽ എടുത്തിട്ട് അതാണ് ടിപ്പിക്കലായി ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞത്. ഏതെങ്കിലും മോശമായിട്ടല്ല നിങ്ങളുടെ വാദങ്ങൾ. ഞാൻ പറഞ്ഞു അഷ്റഫ് അലി ഇത് ചെയ്താൽ കഴിഞ്ഞ 5 കൊലപാതകങ്ങളിലും ചർച്ചയിലേക്ക് വന്ന എല്ലാ UDF നേതാക്കളും ഉന്നയിച്ച വിഷയങ്ങളാണ്. അന്നെല്ലാം സ്വരാജ് മറുപടി പറയാൻ സന്നദ്ധനായ ഒരു വിഷയത്തിലേക്ക് അഷ്റഫ് അലി അതേ വിഷയങ്ങൾ എടുത്തിട്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വരാജിന്റെ കയ്യിൽ ഉള്ള മറുപടി ഇനി അഷ്റഫ് അലിക്കായി നൽകൂ. പല ചർച്ചകളിലും ഇതേ വിഷയം വന്നതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചു. സ്വരാജ് മറുപടി. അല്ല ഞാൻ പറയട്ടെ, കേരളത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ഭാഗത്ത് CPM ഉണ്ട്, അല്ലെങ്കിൽ വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി മറുപടി അത് ഉള്ളതാണ്. സ്വരാജിന്റെ മറുപടി വരട്ടെ. അതെ തീർച്ചയായിട്ടും ഈ ചർച്ച കേൾക്കുന്ന മലയാളികൾ വിലയിരുത്തട്ടെ. ഒരു DYFI പ്രവർത്തകനായ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ട ദിവസം വൈകുന്നേരം യൂത്ത് ലീഗിന്റെ നേതാവ് ചർച്ചയിൽ പറയുകയാണ് എല്ലാ കൊലപാതകത്തിലും ഒരു വശത്ത് CPM ആണെന്ന്. ഏത് വശത്താണ്? മരിച്ചു വീണ മനുഷ്യന്റെ വശം അല്ലേ? ഇന്നത്തെ കൊലപാതകത്തിൽ ഒരു വശത്ത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഒരാളുടെ ജീവൻ പോയിരിക്കുന്നു. ഒരാളെ കുത്തിക്കൊന്നിട്ട് ഒരു വശത്ത് നിങ്ങളാണ് എന്ന് പറയണമെങ്കിൽ സാമാന്യമായ ഒരു മര്യാദകേട് പോരാ, അതിനേക്കാൾ വലിയ മര്യാദകേട് വേണം. നമ്മളൊക്കെ ചെറുപ്പക്കാരല്ലേ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ആ കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന്റെ വീട്ടിലെ അംഗങ്ങളുടെ മാനസികാവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? നിറവയറുമായി ആശുപത്രിയിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയുടെ മാനസികാവസ്ഥ ഇപ്പൊ എന്തായിരിക്കും? മറ്റു കുടുംബാംഗങ്ങൾ. നിങ്ങൾ ഈ ചർച്ചയിൽ പറയാണ് ഒരു വശത്ത് നിങ്ങളാണെന്ന് അല്ലേ? കൊല്ലപ്പെട്ട ആള് ഞങ്ങളുടെ പ്രവർത്തകനായതുകൊണ്ട് ഒരു വശത്ത് നിങ്ങളാണ്. കഴിഞ്ഞ 4 മാസത്തിനിടയിൽ 6 പേർ കേരളത്തിൽ കൊല്ലപ്പെട്ടു. ഞങ്ങളാണ് ഒരു വശത്ത്, ഞങ്ങളെയാണ് കൊന്നത്. നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു? നിങ്ങൾ ഇവിടെ വീണ്ടും ആവർത്തിച്ചു പ്രതി ചേർത്തില്ല എന്ന്. നിങ്ങൾക്ക് കിട്ടിയ വിവരം തെറ്റാണ്. ഞാൻ നിങ്ങളെ ആക്ഷേപിക്കുന്നില്ല, നിങ്ങൾ ശരിയായ വിവരം ശേഖരിക്കുക. ഇർഷാദ് ഉൾപ്പെടെ 3 പേരെ പ്രതി ചേർത്ത് കഴിഞ്ഞു, പ്രതി ചേർത്തിരിക്കുന്നു. ഇനി പറഞ്ഞ വാക്കിന് വിലയുണ്ടെങ്കിൽ നടപടി പ്രഖ്യാപിക്കുക ചർച്ചയിൽ. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ വിട്ടു. പക്ഷെ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട്, ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മൾ വാദിക്കുന്നതിനും അപ്പുറം യാഥാർത്ഥ്യം തിരിച്ചറിയാൻ ജനങ്ങൾക്ക് കഴിവുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? TP ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് P ജയരാജൻ പ്രതിയാണോ? ആ പ്രതി പട്ടികയിൽ ചേർത്ത് സംബന്ധിച്ച വിവരം നിങ്ങൾ പറയാമോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ആ പേര് പറഞ്ഞത്? ആ കേസ് കോടതി വിധിയെല്ലാം കഴിഞ്ഞതല്ലേ? അതിൽ അദ്ദേഹം ഏതെങ്കിലും ഘട്ടത്തിൽ പ്രതിയായിരുന്നോ? എന്ത് പച്ചക്കള്ളവും ഒരു കൊലപാതകത്തെ മറച്ചു പിടിക്കാൻ വേണ്ടി പറയാം എന്ന് പറയുന്നത് ന്യായമാണോ? നിങ്ങൾ ഫസൽ വധക്കേസിനെ കുറിച്ച് പറഞ്ഞു. ഫസൽ വധക്കേസിൽ CBIയെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ഞങ്ങളുടെ 2 നേതാക്കന്മാരെ ഇപ്പൊ അതിന്റെ പേരിൽ പീഡിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് ഫസലിനെ കൊന്നത് താനാണ് എന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ കുപ്പി സുബീഷ് എന്ന് പറയുന്ന ഒരു ക്രിമിനൽ വെളിപ്പെടുത്തിയ സംഭവം നിങ്ങൾക്കറിയോ? അതിനെക്കുറിച്ച് എന്താ അഭിപ്രായം? ആരാണ് കുപ്പി സുബീഷ് എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അയാൾക്ക് വേണ്ടിയാണോ നിങ്ങൾ വക്കാലത്തെടുക്കുന്നത്? ഞാൻ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഇതിലും പറയുന്നു, നല്ല ബോധ്യത്തോടെ പറയുന്നു, വെല്ലുവിളിക്കുന്നൊന്നുമില്ല, പറയുന്നു എനിക്ക് 100% ഉറപ്പുണ്ട് ആ കേസിൽ ഇപ്പൊ നിങ്ങളെല്ലാം വളഞ്ഞിട്ട് ആക്രമിക്കുന്ന കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും നിരപരാധിത്വം തെളിയിച്ച് സൂര്യ തേജസ്സോടെ പുറത്തു വരും. അവർ സ്വപ്നത്തിൽ അറിയാത്തൊരു കാര്യം ഉയർത്തി അവരെ വേട്ടയാടുകയാണ്. യഥാർത്ഥ പ്രതി താനാണെന്ന് പ്രതി സമ്മതിച്ചിരിക്കുന്നു. അതിന്റെ തെളിവുകൾ, രേഖകളുണ്ട്. കോടതി ആ കേസെടുക്കട്ടെ, നമുക്ക് കാണാം എവിടെ എത്തുമെന്ന്. ആ കേസിൽ വിധി പറഞ്ഞതിന് ശേഷം നമുക്ക് വീണ്ടും ആ ചർച്ച തുടരാം. ഇവിടെ CBI അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു. പെരിയയിലെ വധക്കേസ് സംബന്ധിച്ച് പെരിയയിലെ കേസിൽ ഞങ്ങളുടെ പാർട്ടി അംഗത്തെ പ്രതിയാക്കി തന്നെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്.
അയാളെ ഞങ്ങൾ പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാൽ രാഷ്ട്രീയ താല്പര്യങ്ങളോടെ നിങ്ങൾ പറയുകയാണ് അത് CBIക്ക് വിടണം. സാധാരണ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റോ സമ്മതിക്കാറില്ല. സ്റ്റേറ്റ് പോലീസിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അപ്പോൾ ആ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നയം കോടതിയിൽ വാദിക്കും. അപ്പൊ നിങ്ങൾ പറയാണ് വക്കീലന്മാരെ വലിയ ഫീസ് കൊടുത്തുകൊണ്ടൊന്നും, സാധാരണ വക്കീലന്മാരെ ചായ കൊടുത്താണ് കൊണ്ടുവരാറ്. ബാർ കോഴയിൽ അഴിമതിക്കാരെ രക്ഷിക്കാൻ നിങ്ങളുടെ ഗവൺമെന്റ് കപിൽ സിബലിനെ കൊണ്ടുവന്നപ്പോൾ കൊടുത്തത് എത്ര കോടി ഓർമ്മയുണ്ടോ? കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഫീസ് അതായിരുന്നു. ഓരോ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ നയം കോടതിയെ ബോധ്യപ്പെടുത്താൻ വേണ്ടി വക്കീലന്മാരെ കൊണ്ടുവരാറുണ്ട്. പെരിയ കൊലപാതക കേസിൽ പ്രതികളെ സംരക്ഷിക്കാനല്ല, ആ പ്രതികൾക്കെതിരായ കേസ് അന്വേഷണം മുൻപോട്ട് പോയി അതിന്റെ കുറ്റപത്രം സമർപ്പിക്കുന്ന ഘട്ടമെത്തി എല്ലാ നടപടികളും സ്വീകരിച്ചു. ഇനി ഇതിന്മേൽ CBI അന്വേഷണം ആവശ്യമില്ല എന്ന നിലപാടാണ് എടുത്തത്. എന്നാൽ കോടതി മറിച്ച് തീരുമാനിച്ചു. അപ്പൊ ഇനി CBI വരട്ടെ. അത് എങ്ങനെയാണ് കൊലപാതകത്തെ പ്രോത്സാഹിപ്പിക്കലാവുന്നത്? ആ കേസിൽ നിങ്ങൾ ആരോപിച്ച പ്രതികൾ തന്നെയല്ലേ പ്രതികളായി വന്നിട്ടുള്ളത്? പ്രതികൾ മാറിയിട്ടുണ്ടോ? നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വാദം? എന്താണ് നിങ്ങളുടെ ന്യായം? എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഇതൊക്കെ നമുക്ക് സമയമെടുത്ത് ഇവിടെ ചർച്ച ചെയ്യാം. ഞാൻ ഒരു വിഷമവുമില്ല, ഏത് സമയത്തും നമുക്ക് ഇതൊക്കെ ചർച്ച ചെയ്യാം. തിരുവനന്തപുരത്തെ കൊലപാതകത്തെ കുറിച്ച് നിങ്ങൾ എന്ത് പറഞ്ഞു? എല്ലാം നമുക്കറിയാമല്ലോ. ആർക്കാണ് അറിയാത്തതെന്ന് പറഞ്ഞു? എന്തറിയാമെന്നാ പറയുന്നത്? ആ കേസിൽ കോടതി വിധി വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും ജയിലിൽ കിടക്കല്ലേ? കോൺഗ്രസിന്റെ വാർഡ് പ്രസിഡന്റ് മറ്റേ ഉണ്ണി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിലിൽ കിടക്കല്ലേ? എന്നിട്ട് നിങ്ങൾ എന്തറിയാമെന്നാ പറയുന്നത്? ഞാൻ പറയുന്നത് ഇതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാമെന്നേ. ഞാൻ നിങ്ങൾ വരുന്നതിന് മുമ്പ് കൂടെ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. OK കുഞ്ഞിക്കണ്ണന്റെ വധം, വത്സലന്റെ വധം, പൗലോസിന്റെ, സജീവന്റെ, കുട്ടിപ്പയുടെ എത്ര വധം, കുന്നക്കാവിലെ സുബ്രഹ്മണ്യന്റെ, ജോബി ആൻഡ്രൂസിന്റെ, സജീവന്റെ എത്ര വധം, അതൊക്കെ അവിടെ വെക്കട്ടെ, നമുക്ക് ഇനിയൊക്കെ ചർച്ച ചെയ്യാം. പക്ഷെ ഇന്നത്തെ ദിവസം നിങ്ങൾ ഒരാളെ കുത്തി മലർത്തിയിരിക്കുന്നു. ഖബറടക്കം കഴിഞ്ഞൊന്നും നിങ്ങൾ പറയുന്ന പോലെ തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. തോരാത്ത കണ്ണീരുമായ ഒരു കുടുംബം, ഗർഭിണിയായ ഭാര്യ, നിങ്ങൾ കഴിഞ്ഞ ദിവസം വീട് കയറി ആക്രമിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അതിന്റെ ദൃശ്യം നമ്മൾ മുഴുവൻ കണ്ടതല്ലേ? എന്നിട്ട് ഇതിനെ തള്ളി പറയാതെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ എല്ലാ തവണയും നിങ്ങൾ ആവർത്തിക്കുന്ന കാര്യങ്ങൾ വീണ്ടും പറഞ്ഞ് ഇതിനെ വെള്ളപൂശണോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സംഘടനാ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ എന്ന നിലയിൽ ഈ കൊലപാതകങ്ങളെ ആകെ തള്ളിപ്പറയാനുള്ള മനസ്സ് നിങ്ങൾ കാണിച്ചില്ലെങ്കിൽ എത്ര നിർഭാഗ്യകരമാണത്. നിങ്ങളിൽ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ ഒരു സമാധാന അന്തരീക്ഷത്തിന് നിങ്ങൾ മുൻകൈയെടുക്കുമെന്ന് എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക? നിങ്ങൾ ഇപ്പോഴും പറയാണ് പോലീസ് ഉറപ്പിച്ചു പറയട്ടെ എന്ന്. കേസെടുത്താ പോരെ? പ്രതി ചേർത്താ പോരെ? ഇനി എങ്ങനെയാണ് ഉറപ്പിച്ചു പറയുക? ഇനി ഉറപ്പിച്ച് കോടതിയിലെത്തിയ കേസിൽ, അതാണ് ഞാൻ ഇസ്മയിലിന്റെ പറഞ്ഞത്. ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ പുറത്താക്കി എന്ന് പറഞ്ഞു. പുറത്താക്കിയെന്നല്ല, നടപടിയെടുത്തു, ശക്തമായ നടപടിയെടുത്തു എന്നാ പറഞ്ഞു. ആ നടപടി വിവരം അച്ചടിച്ച ചന്ദ്രികാ പത്രം ഏത് ദിവസമായിരുന്നു അതൊന്ന് പറഞ്ഞു തന്നാൽ മതി. ഞാൻ ആ വിഷയത്തിൽ നിങ്ങളുമായി തർക്കം അവസാനിപ്പിക്കാം. എന്ത് നടപടി? ലക്ഷങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കല്ലേ ചെയ്ത്? ഇത് മനുഷ്യത്വത്തിനെതിരാണ് അല്ലേ? നിങ്ങളും വിശ്വസിക്കുന്നില്ലേ ഒരു മനുഷ്യനെ കൊന്നാൽ അത് മാനവരാശിക്കെതിരായ കുറ്റകൃത്യമാണെന്ന്? എന്നിട്ട് അതിനെ ന്യായീകരിക്കണോ? ഇന്നത്തെ ദിവസമെങ്കിലും മിനിമം കൊലപാതകത്തെ ന്യായീകരിക്കാതിരിക്കാനുള്ള ഒരു സന്മനസ് കാണിക്കേണ്ട. ഏതായാലും രണ്ടു ഭാഗത്തു നിന്നും നല്ല വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അത് ഏതെങ്കിലും ഒന്ന് കൂട്ടിച്ചേർക്കേണ്ടതായില്ല. ജയചന്ദ്രൻ മാസ്റ്ററുടെ വിമർശനം ഒരു തരത്തിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഷ്റഫ് അലി അതിൽ വർഗീയത കൂടി ചേർത്തിട്ടുണ്ട്. വികസന സമീപനത്തിൽ തന്നെ സംശയമുണ്ട് ജയചന്ദ്രൻ മാസ്റ്റർക്ക് ഈ 4.25 വർഷത്തിൽ കഴിഞ്ഞു ഈ സർക്കാരിന്റെ വികസന സമീപനത്തെക്കുറിച്ച് പോലും. അതുപോലെ അഷ്റഫ് അലിയുടെ രാഷ്ട്രീയ വിമർശനങ്ങളും അടങ്ങിയിരിക്കുന്നു. സ്വരാജിന്റെ മറുപടി. ഞാൻ ആദ്യം യൂത്ത് ലീഗ് നേതാവ് ഇവിടെ സൂചിപ്പിച്ചത്, ഞാനിവിടെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം ചോദ്യമായി നിൽക്കുന്നു. ഞാനിത് എനിക്ക് ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. കാരണം നമ്മുടെ ചർച്ച കാണുന്ന ജനങ്ങളുടെ മുൻപാകെ അവരുടേതായ നിഗമനങ്ങൾ കൂടി ചേരുന്നതാണല്ലോ നമ്മുടെ ചർച്ച. അത് മതി. ഇപ്പൊ ഷുക്കൂർ വധക്കേസിൽ P ജയരാജനും TV രാജേഷും ജയിലിൽ കിടന്നു എന്ന് പറഞ്ഞു. അപ്പൊ മുൻപ് P ജയരാജന്റെ പേര് നിങ്ങൾ ഉപയോഗിച്ചത് ഒരു പക്ഷേ ഇത് ഉദ്ദേശിച്ചായിരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനത് സമ്മതിച്ചു തരാം. എന്നിട്ട് ആ കേസ് ഇപ്പോൾ എന്തായി എന്നുകൂടി അങ്ങ് പറയണം. കാരണം നിങ്ങളുടെ കയ്യിൽ ഭരണമുണ്ടോ എന്നതുകൊണ്ട് CPM-ന്റെ ഏറ്റവും ഉയർന്ന നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി വേട്ടയാടിയാൽ എങ്ങനെ ഇരിക്കും എന്നതിന്റെ ഉദാഹരണമാണ് ആ കേസ്. നിങ്ങളുടെ ആക്രമണത്തിൽ പരിക്കേറ്റാണ് അവർ ആശുപത്രി കിടന്നത്. ആശുപത്രി കിടന്നത് വെറുതെ രസത്തിനല്ലല്ലോ. എന്നിട്ട് എന്താ കേസെടുത്തത്? അങ്ങ് ആ കേസ് പരിശോധിച്ചിട്ടുണ്ടല്ലോ. 118 ആണ് വകുപ്പ് ചേർത്തത്. ആശുപത്രിയുടെ പുറത്തുനിന്ന് CPM പ്രവർത്തകർ ഗൂഢാലോചന നടത്തിയത് ആശുപത്രിക്ക് അകത്ത് കിടക്കുന്ന ഇവർ രണ്ടുപേരും കേട്ടിട്ട് ഇവർ തടഞ്ഞില്ല. അങ്ങനെ ഒരു കേസ് അങ്ങയുടെ ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? ആ കേസൊക്കെ ഹൈക്കോടതി ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു. മനസ്സിലായില്ലേ? ഇനി അത് പറയണോ എന്നത് അങ്ങയുടെ വിവേചന അധികാരമാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് നിങ്ങൾ പ്രതികരിക്കാത്തതുകൊണ്ട് ഞാനും പോകുന്നില്ല. നമുക്ക് രണ്ടാം ഭാഗത്തെ വിഷയത്തിലേക്ക് വരാം. ഏതായാലും BJP പ്രതിനിധി ഇത് ഇടതുപക്ഷ കാഴ്ചപ്പാടിലുള്ള
വികസനമാണോ എന്ന സംശയമാണ് ഉന്നയിക്കുന്നത്. ആ രീതിയിലുള്ള ഒരു ചർച്ച, ഒരു സംവാദം സ്വാഗതാർഹമാണ്. നമുക്ക് ചർച്ച ചെയ്യുകയും ചെയ്യാം. ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാം. അങ്ങേ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളെ കാണുന്നതെന്ന് എനിക്കറിയില്ല. ഏതായിരുന്നാലും 11/10/2018 മലയാള മനോരമ ദിനപത്രത്തിൽ ഇപ്പോ മിസോറാം ഗവർണറായിട്ടുള്ള ബഹുമാന്യനായ BJPയുടെ നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു അഭിപ്രായം വലിയ പ്രാധാന്യത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ അഭിപ്രായം ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ ആരാണ് ഗൗരവമായി എടുക്കുന്നത്? അതിന് യാഥാർത്ഥ്യങ്ങളുമായൊന്നും ഒരു ബന്ധവുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ ആ സമീപനമല്ല എടുക്കുന്നത്. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വെച്ച മാനിഫെസ്റ്റോയിൽ 600 കാര്യങ്ങളാണ് ജനങ്ങളുടെ മുൻപാകെ വെച്ചത്, വാഗ്ദാനങ്ങൾ. 570 എണ്ണം ഞങ്ങൾ പൂർത്തീകരിച്ചു. ബാക്കി പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഇനി 30 എണ്ണമാണ് അതിൽ ബാക്കിയുള്ളത്. ഞാൻ അങ്ങയുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. പിന്നെ അങ്ങയുടെ വിമർശനം വ്യവസായത്തിനും കൃഷിക്കും ഊന്നൽ കൊടുക്കണ്ടേ എന്നുള്ളതാണ്. വ്യവസായത്തിനും കൃഷിക്കും ഊന്നലുണ്ട്. ഇപ്പൊ നോക്കൂ, കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ്, ഞാൻ എല്ലാം വിശദീകരിക്കാൻ ഇവിടെ സമയമില്ല. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് നിർമ്മിച്ച ഈ ഓട്ടോറിക്ഷ ഇന്ന് നേപ്പാളിന്റെ റോഡുകൾ കീഴടക്കുകയാണ്. കേരളത്തിൽ നിന്ന് നേപ്പാളിലേക്ക് ഇത് കയറ്റുമതി ചെയ്ത് അവർ നമ്മുടെ മുഖ്യ ഗുണഭോക്താക്കളായിട്ട്, ഉപഭോക്താക്കളായിട്ട് മാറിയിരിക്കുന്നു. ഇത് പൂട്ടാൻ തീരുമാനിച്ചൊരു സ്ഥാപനമാണ്. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. UDF ഗവൺമെന്റിന്റെ കാലത്ത് പൂട്ടാൻ തീരുമാനിച്ച സ്ഥാപനം രാജ്യാന്തര വിപണിയിൽ വാഹനങ്ങൾ നിർമ്മിച്ചിന്ന് വിതരണം ചെയ്യുന്നു. മലബാർ സിമന്റ്സ് ലാഭത്തിലായ വാർത്ത കഴിഞ്ഞ ദിവസത്തെ പത്രങ്ങളിലുണ്ട്. പൊതുമേഖലാ വ്യവസായങ്ങളെല്ലാം ലാഭത്തിലേക്ക് വന്നു, ഉൽപാദനം കൂടി. കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ്, നമ്മുടെ ആലപ്പുഴയിലെ സ്ഥാപനം, ഇപ്പൊ ജീവൻ രക്ഷാ മരുന്നുകളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നു. പൂട്ടലിന്റെ വക്കിൽ നിന്ന് വലിയ വളർച്ചയിലേക്ക് വന്നു. ഇത് വ്യവസായ മേഖലയിലുള്ള വളർച്ചയാണ്. പുതിയ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനെ കുറിച്ച് 100 ദിന കർമ്മ പദ്ധതിയിൽ പറയുന്നു. കൃഷി, 20,000 ഹെക്ടറോളം സ്ഥലത്ത് പുതുതായി നെൽകൃഷി നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു. കേരളത്തിലെ പച്ചക്കറിയുടെ ഉൽപാദനം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. ആ മേഖലയിലെല്ലാം നമ്മൾ മുൻപോട്ടാണ് പോകുന്നത്. ആ മേഖലകളെ നമ്മൾ അവഗണിച്ചിട്ടില്ല. പിന്നെ തമിഴ്നാട്ടിൽ കൊടുക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ അങ്ങ് തെല്ല് പരിഹസിച്ചു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യം അങ്ങ് മനസ്സിലാക്കണം. കോവിഡിനെ തുടർന്ന് കൂലിയും ജോലിയും ഇല്ലാതാവുകയാണ് വലിയൊരു വിഭാഗം ആളുകൾക്ക്. വരുമാനം കുറയുകയാണ്. അങ്ങനെ പട്ടിണിയിലേക്ക് പോകുന്നവർക്ക് അവർ ആശ്വാസമായി ഭക്ഷ്യധാന്യ കിറ്റും മറ്റും കൊടുക്കുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ പട്ടിണി മാറും. അതിനെ പുച്ഛിക്കാൻ പാടില്ല. അതിനെ പുച്ഛിച്ചതിനുള്ള മറുപടി കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ രേഖപ്പെടുത്തിയത് എന്ന് തിരിച്ചറിയാൻ അങ്ങേക്ക് സാധിക്കണം. അങ്ങ് ഇവിടെ ചില കണക്കുകളും മറ്റും പറഞ്ഞു. ആ കണക്കുകളുടെ സോഴ്സ് എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് കണക്കുകൾ വെച്ച് വേണമെങ്കിൽ സംസാരിക്കാം. ഇപ്പൊ ശിശുമരണ നിരക്ക് പോലെയാണ് ഉള്ള കാര്യങ്ങളാണ് പ്രതീക്ഷിത ആയുർദൈർഘ്യം, ശരാശരി ആയുർദൈർഘ്യം, ശിശുമരണ നിരക്ക്. ഇതൊക്കെയാണ് നമ്മുടെ വളർച്ചയുടെ മാനദണ്ഡം, പ്രത്യേകമായി അടയാളപ്പെടുത്തുന്ന മാനകങ്ങൾ. അതിൽ ഇന്ത്യയിൽ കേരളം എവിടെ നിൽക്കുന്നു എന്ന കാര്യത്തിൽ അങ്ങേക്ക് സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ അങ്ങ് ഒരു മുതിർന്ന നേതാവാണ്, പക്ഷെ അങ്ങ് തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഇതിൽ പറഞ്ഞു. അത് ഒഴിവാക്കാമായിരുന്നു. ഇപ്പൊ തിരുവനന്തപുരത്ത് മണ്ണ് വാരി തിന്നു എന്ന് പറഞ്ഞാൽ അങ്ങ് എന്താണ് സ്ഥാപിക്കുന്നത്? കേരളത്തിലെ കുട്ടികളെല്ലാം മണ്ണ് തിന്നേണ്ട ഗതികേടിലാണ് എന്നാണോ? ആ വാർത്തയുടെ വിശദാംശം മാധ്യമങ്ങളെല്ലാം പുറത്തുവിട്ടു. ആ കുട്ടികളുടെ അമ്മ തന്നെ പറഞ്ഞു, ആ കുട്ടികൾ പട്ടിണി കൊണ്ട് മണ്ണ് തിന്നു എന്നല്ല. അങ്ങനെ ഒരു ദുശീലമുണ്ട് ഒരു കുട്ടിക്ക്, മണ്ണ് വാരി തിന്നുന്ന ഒരു ദുശീലം ഒരു കൊച്ചു കുഞ്ഞിന്, മണ്ണ് എന്താണെന്ന് അറിയാത്ത പ്രായത്തിലുള്ള കുഞ്ഞിനുണ്ട്. അത് വീട്ടിൽ ഭക്ഷണമില്ലാത്തതുകൊണ്ടല്ല, അതെല്ലാ മാധ്യമങ്ങളും ഇതിനോടകം റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. പിന്നെ മധുവിന്റെ കാര്യം പറഞ്ഞു. ഒരു ദാരുണമായ സംഭവം അവിടെ ഉണ്ടായി. അതൊരു കുറ്റകൃത്യമാണ്. പക്ഷെ ആ മധുവിന്റെ സഹോദരി ഇന്ന് പോലീസാണ്. എങ്ങനെ പോലീസായി? പട്ടികവർഗക്കാരെ പ്രത്യേകമായി റിക്രൂട്ട് ചെയ്യാൻ ഈ ഗവൺമെന്റ് തീരുമാനിച്ചു. വിഭാഗത്തിൽ നിന്ന് ഒരുപാട് പേരെ പോലീസ് സേനയിലെടുത്തു. മധുവിന്റെ സഹോദരി ഇന്ന് പോലീസാണ്. എല്ലാ വിഭാഗങ്ങളെയും സംരക്ഷിക്കുന്നുണ്ട്. പിന്നെ കണക്കുകൾ പെരുപ്പിച്ചു പറഞ്ഞു എന്നങ്ങ് പറഞ്ഞു. ഇപ്പോ ക്ഷേമ പെൻഷന്റെ കാര്യം നമ്മൾ 1400 കൊടുക്കുന്നു. അടുത്ത മാസം മുതൽ 1500 ഭക്ഷ്യധാന്യ കിറ്റ് എല്ലാ വീട്ടിലും കൊടുക്കുന്നു. ഏത് കണക്കാണ് പെരുപ്പിച്ചത്? സ്പെസിഫിക്കായി അങ്ങ് പറഞ്ഞാൽ നമുക്കത് ചർച്ച നടത്താം. മുസ്ലിം ലീഗിന്റെ പ്രതിനിധി ഒറ്റ കാര്യമാണ് ഇവിടെ പറഞ്ഞത്. അതെനിക്ക് വളരെ കൗതുകരമായി തോന്നി. മുഖ്യമന്ത്രി വർഗീയമായി പ്രചരണം നടത്തുന്നു എന്നാണ്. മുസ്ലിം ലീഗിനെ വിമർശിച്ചു എന്നത് ശരി. ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയാണ് വർഗീയാവുക? ഒരു രാഷ്ട്രീയ പാർട്ടിയായി നിൽക്കുന്നിടത്തോളം കാലം ലീഗിനെ വിമർശിക്കില്ലേ? പണ്ട് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ലീഗിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് ശ്രീ ആര്യാടൻ മുഹമ്മദ് ഒരു വിമർശനം നടത്തി. ആ രീതിയിലുള്ള വിമർശനം ഒന്നും നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ വിമർശിക്കുന്നതിനെതിരായിട്ട് ലീഗ് നേതാക്കന്മാർ രംഗത്ത് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റാണ് തങ്ങൾ, അദ്ദേഹം ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല. അപ്പൊ അദ്ദേഹം നാളെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ജയിച്ച് കേരളത്തിന്റെ ധനമന്ത്രിയായിട്ട് ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ ചർച്ച കൂടാതെ പാസ്സാക്കുമോ? ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് ചോദിച്ചു. ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ, രാഷ്ട്രീയ നേതാക്കന്മാർ എന്ന നിലയിൽ വിമർശനങ്ങൾ ഉണ്ടാവില്ലേ? ഞങ്ങളുടെ വിമർശനം എന്താണ്?
കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തൊരു കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. UDF-നെ നയിക്കാൻ, കോൺഗ്രസിനെ നയിക്കാൻ, അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളാണ് തീരുമാനം പറയുന്നത് അല്ലെങ്കിൽ തീരുമാനിക്കുന്നത് എന്ന നിലയിൽ വന്ന വാർത്തയോട് പ്രതികരിച്ചതാണ്. മുസ്ലിം ലീഗിനെ വിമർശിച്ചാൽ എങ്ങനെയാണ് വർഗീയാവുക? അപ്പൊ ലീഗിനൊന്നും പറയാൻ പാടില്ല, ലീഗിനെ വിമർശിക്കാൻ പാടില്ലേ? അതെന്തൊരു ജനാധിപത്യമാണ്? നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായി പ്രവർത്തിച്ചാൽ വിമർശനങ്ങൾ കേൾക്കാൻ നിങ്ങൾ തയ്യാറാകേണ്ടതുണ്ട്. അങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനെങ്ങനെ വർഗീയം എന്ന് പറയാ? വർഗീയതയെ കുറിച്ച് നമുക്ക് വേറെ പറയാം. ഞാനിപ്പോ ഈ ചർച്ച കലുഷിതമാക്കാനോ അല്ലെങ്കിൽ വിഷയം മാറ്റാനോ ഉദ്ദേശിക്കുന്നില്ല. ഇത്തരത്തിലുള്ള നിങ്ങളുടെ നിലനിൽപ്പില്ലാത്ത വാദങ്ങൾ നിങ്ങളെ ഇനി എവിടെ എത്തിക്കുമെന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു വാചകം കൂടി പറഞ്ഞു നിർത്താം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ 10 എണ്ണം കൂടുതൽ കിട്ടിയെന്ന്. എനിക്ക് അങ്ങനെ വളരെ വിനയത്തോടെ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലെ തെറ്റ് അവർ പരിഹരിച്ചു. അത് മനസ്സിലാക്കി ആ അന്തിമ കണക്ക് നിങ്ങൾ എഴുതിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ത്രിതല പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും നിങ്ങളുടെ പൊസിഷൻ എവിടെയാണ് എന്ന്. ചരിത്രത്തിലെ വലിയ ദയനീയ പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 7 ജില്ലാ പഞ്ചായത്ത് കിട്ടിയത് ഈ പ്രാവശ്യം 2 മാറി. 2 എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ അംഗീകരിക്കാം, നിങ്ങൾ അതിനെ പരാജയമായി കാണുന്നില്ലെങ്കിൽ കാണണ്ട. പക്ഷെ കണക്ക് കണക്കാണ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. റഹീം ഇന്ന് വൈകുന്നേരം കാസർഗോഡ് എത്തി. ഔഫിന്റെ അന്ത്യകർമ്മങ്ങളിൽ നേരിട്ട് പങ്കെടുക്കുന്ന വ്യക്തി കൂടിയാണ്, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ. ഔഫിന്റെ പശ്ചാത്തലം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. ഭാര്യ ഗർഭിണിയാണ്, അമ്മ രോഗിയാണ്. 4 മാസം മുമ്പാണ് അദ്ദേഹം ഈ ഗൾഫിൽ നിന്ന് ഈ ലോക്ഡൌൺ കാലത്ത് പ്രവാസികൾ മടങ്ങിയ കൂട്ടത്തിൽ നാട്ടിലെത്തിയത്. അപ്പോൾ ഈ 2 പ്രധാനപ്പെട്ട വാർഡുകളിലും ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി ലീഗിനെതിരെ പ്രവർത്തിച്ചു എന്നുള്ളത് മാത്രമാണ് രാഷ്ട്രീയ കാരണമായി പുറമേക്ക് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായിരുന്ന സംഘർഷത്തിന്റെ ഭാഗമെന്നാണ് ഇവിടെ ശ്രീ എൻ ഷംസുദ്ദീൻ പറഞ്ഞു വെക്കുന്നത്. അതിനുള്ള ഡിവൈഎഫ്ഐയുടെ മറുപടി ആദ്യം. എൻ ഷംസുദ്ദീൻ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ഷംസുദ്ദീനെ ഒരു കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു. ഞാൻ ഈ ഇരിക്കുന്ന വീടിന് പിറകിലുള്ള പള്ളിയിൽ ആ ചെറുപ്പക്കാരന്റെ മൃതശരീരം അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഈ അവസരത്തിലെങ്കിലും ലീഗ് എന്ന് പറഞ്ഞ് നടന്നിട്ട് കള്ളം പറയരുത്, മനുഷ്യത്വമില്ലാതെ സംസാരിക്കരുത്. ഞാൻ ഇത് പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. ഈ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കുറിച്ച് 2 പേരും പറഞ്ഞു പോകണം. വളരെ വ്യക്തമായ ജീവിതത്തിൽ സത്യസന്ധനും അതിലേറെ ഒരു ആദർശം ഉയർത്തിപ്പിടിക്കുന്നതുമായ ചെറുപ്പക്കാരനാണ്. ഒരു യത്തീമായ അനാഥമായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയുള്ള വളരെ നിർധനയായ, വാപ്പ നേരത്തെ തന്നെ മരണപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയെ കണ്ടെത്തി. അങ്ങനെ ഒരു പെൺകുട്ടിയെ ആലോചിച്ചുറപ്പിച്ച് വിവാഹം കഴിച്ചു. അവളാണ് ഷംസുദ്ദീനെ നിങ്ങൾ വിധവയാക്കിയ 6 മാസം ഗർഭിണിയായ സ്ത്രീ. മറന്നുപോകരുത് കേട്ടോ. ഇതിനൊക്കെ കണക്ക് പറയേണ്ടി വരും കാലത്തിന്റെ മുമ്പിൽ, ജനങ്ങളുടെ മുമ്പിൽ, സമൂഹത്തിന്റെ മുമ്പിൽ എന്ന് മുസ്ലിം ലീഗ് മറന്നുപോകരുത്. പിന്നെ 2, ഇവിടെ സുരേഷ് സംസാരിച്ചല്ലോ, ഔഫിന്റെ ഉമ്മ അസുഖബാധിതയാണ്. ഔഫിന്റെ കുടുംബം, ഈ ഔഫിന്റെ വൈഫിന്റെ കുടുംബം ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ 2 കുടുംബത്തിന്റെയും അത്താണിയായിരുന്നു ഔഫ്. ഔഫ് ചെയ്ത തെറ്റെന്താണ്? തെറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയത് മാത്രമാണ്. ഇത് പറയുമ്പോൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ഏതാണ് ഈ പ്രദേശം എന്നുകൂടി ഓർമ്മിക്കണം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്ന ഒരു ദൃശ്യമുണ്ട്. യൂത്ത് ലീഗിന്റെ വസ്ത്രമെല്ലാം ധരിച്ച കുറെ ആളുകൾ, കുറെ ക്രിമിനലുകൾ വന്നിട്ട് ഉമ്മയുടെയും കുറെ സ്ത്രീകളുടെയും മുൻപിലിട്ട് വീട്ടിനകത്ത് കയറി ഒരു സാധു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് അടിക്കുന്നു. ലീഗിനെതിരെ വോട്ട് ചെയ്തത് കൊണ്ടാണ്. ഒരു കുടുംബം ലീഗിനെതിരെ വോട്ട് ചെയ്തത് കൊണ്ട് ആ വാർഡിൽ ലീഗിന് 10 വോട്ട് കുറഞ്ഞു പോയതിന്റെ പേരിൽ ആക്രമിക്കുന്നുണ്ട്. ആ വാർഡ് ഈ കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ 36-ാം വാർഡാണ്. ശ്രദ്ധിക്കണം. ആ 36-ാം വാർഡിനോട് തന്നെ അടുത്ത് കിടക്കുന്ന 33, 35 വാർഡ്. ഈ 33, 35 വാർഡിലെ 35-ാം വാർഡിലെ ഫൗസിയ ഷെരീഫ് എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചയാളായിരുന്നു ഔഫ്. ഫൗസിയ ഷെരീഫ് വിജയിക്കുന്നു. നജുമ റാഫി അതിന്റെ തൊട്ടപ്പുറത്ത് 33-ാമത്തെ വാർഡിൽ വിജയിക്കുന്നു. ഇതൊക്കെ ലീഗിന് ഊഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എങ്ങനെയാണ് ലീഗിന്റെ കാലിടറുന്നത് എന്നുകൂടി ഞാൻ പറയാം. നോക്കൂ, തൊട്ടപ്പുറത്ത് ഈ 36-ാം വാർഡുണ്ടല്ലോ, നമ്മൾ കണ്ട വൈറൽ വീഡിയോ. അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ ഈ ഇടതുപക്ഷത്തിനൊന്നും കയറി ചെല്ലാൻ പറ്റാത്ത സ്ഥലമാണ്. അവിടെ ഇപ്പോൾ മത്സരിച്ചത് ആരാണ്? ഷംസുദ്ദീൻ അറിയാമോ? അവിടെ മത്സരിച്ചത് മഹമൂദ് മുറിയ നാവി. മഹമൂദ് മുറിയ നാവി എന്ന് പറയുന്നയാളാണ് അവിടെ മത്സരിച്ച് പരാജയപ്പെട്ടു. ആരാണ് മഹമൂദ് മുറിയ നാവി? യൂത്ത് ലീഗിന്റെ കാഞ്ഞങ്ങാട് മുനിസിപ്പൽ പ്രസിഡന്റ് ആയിരുന്നയാളാണ്. അദ്ദേഹം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ലീഗിൽ നിന്ന് അംഗത്വം രാജിവെക്കുന്നു. അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നു. ഇടതുപക്ഷം അദ്ദേഹത്തിന് ആ തെരഞ്ഞെടുപ്പിൽ പിന്തുണ കൊടുക്കുന്നു.
പിന്തുണ കൊടുത്ത് അദ്ദേഹം വിജയിക്കുകയും അദ്ദേഹം അവിടെ ഈ മുനിസിപ്പൽ കൗൺസിലിൽ അദ്ദേഹം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പദവി അലങ്കരിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു വരുന്നത് ലീഗിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുന്നു. ലീഗിന്റെ അണികളും നേതാക്കളും തന്നെ ലീഗ് വിട്ട് ഇടതുപക്ഷത്തേക്ക് വരുന്നു. ഈ രാഷ്ട്രീയ മാറ്റത്തോട് കാണിച്ച അസഹിഷ്ണുതയാണ് ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തത്. ലീഗിന്റെ ഞാൻ അല്പസമയങ്ങൾക്ക് മുമ്പ് ഈ ഫൗസിയ എന്ന് പറയുന്ന ഈ കൗൺസിലറെ ഞാൻ നേരിട്ട് കണ്ടു. ഈ ക്യാമറയുടെ മുമ്പിലേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് അവർ പറയുകയാണ്, അവരുൾപ്പെടെ ആഹ്ലാദ പ്രകടനവുമായി കടന്നു പോകുമ്പോൾ, വീടുകളിൽ നന്ദി പറയാൻ കടന്നു പോകുമ്പോൾ വളഞ്ഞിട്ട് ആക്രമിച്ചുന്നേ ഈ ക്രിമിനൽ സംഘം. ഇപ്പോൾ നേരത്തെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിച്ചില്ലേ, ഒരു സ്ത്രീയാണവർ. അവർ പറയുകയാണ്, ഈ പുരുഷന്മാരെല്ലാവരും കൂടി വളഞ്ഞു വെച്ച് ഈ ചെറുപ്പക്കാർ, ഈ ക്രിമിനൽ സംഘം, ഇപ്പൊ ഈ പറയുന്ന റഫീഖിന്റെ, ഈ പറയുന്ന ഒരാളുണ്ടല്ലോ, ഇപ്പൊ ഈ ലീഗിന്റെ നേതാവ്, ഇതിലെ ഒന്നാം പ്രതി, അയാളുടെ നേതൃത്വത്തിൽ ആക്രമിക്കുകയാണ്. എന്നിട്ട് അടുത്തൊരു വീട്ടിൽ ഒരു സ്ത്രീ കയറ്റിയിരുത്തി ഒളിപ്പിക്കുകയായിരുന്നു. അവർ പറയാണ്, അതുകൊണ്ടാണ് ഞാനന്ന് ജീവനോടെ രക്ഷപ്പെട്ടത്. അതിന്റെ അനുഭവവും ചൂടും തീരുന്നതിന് തൊട്ട് മുമ്പാണ് ഔഫിനെ പൂർണ്ണമായി ഇല്ലാതാക്കിയത്. എത്ര ക്രൂരതയാണ്! ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം, ലീഗ് ഒരു താലിബാനിസത്തിലേക്ക് മാറിയിരിക്കുന്നു. ലീഗ് താലിബാൻ ലീഗായി മാറിയിരിക്കുന്നു. ലീഗിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മൗലികവാദ സങ്കല്പങ്ങൾ. ലീഗ് അതുകൊണ്ടാണ് ആയുധമെടുക്കുന്നത്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവ്, കേരളത്തിലേക്കുള്ള തിരിച്ചുവരവിനെ ഒരു ചെറുപ്പക്കാരന്റെ ചോര കൊണ്ട് ആഘോഷിച്ചു ലീഗ്. മാപ്പ് നൽകുമോ ഈ നാട്? കേരളം സഹിക്കുമോ ഇത്? അപ്പോൾ യഥാർത്ഥത്തിൽ ലീഗിന് കണക്ക് പറയേണ്ടി വരില്ലേ? കേരളത്തിന്റെ പൊതുസമൂഹം ഇത് കാണണം. ഇവിടെ സാധാരണക്കാരും നിരപരാധികളുമായ മനുഷ്യരെ വിവിധ സ്ഥലങ്ങളിൽ, ഇവിടെ ഇന്ന് ന്യൂസ് അവർ ഇട്ടിരിക്കുന്ന അസഹിഷ്ണുതയുടെ കഥയല്ലേ? അസഹിഷ്ണുതയുടെ എത്ര കഥ പറഞ്ഞു കേൾക്കണം? ഈ വൈറൽ വീഡിയോ മാത്രമല്ല, ഞാൻ എനിക്കുണ്ടായ അനുഭവം പറയട്ടെ. ഞാൻ വരാം. അല്ല, അതിനു മുമ്പ് നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ തിരിച്ചു വരാം. ശ്രീ ഷംസുദ്ദീൻ, ഇവിടെ നേരത്തെ റഹീം സൂചിപ്പിച്ചത് ഡിസംബർ മാസം 16-ാം തീയതി അവിടെ ഉണ്ടായ ഒരു അക്രമ സംഭവമാണ്. അതിന്റെ ദൃശ്യങ്ങൾ താങ്കളുടെ കൂടെ ശ്രദ്ധയിലേക്ക് നമുക്കൊന്ന് കാണാം. കാസർഗോഡ് ഷംസുദ്ദീൻ, ഈ വീഡിയോ നേരത്തെ പ്രചരിച്ചതാണ്. ഇതിൽ അന്ന് പ്രാദേശികമായ ലീഗ് നേതാക്കൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. നേരത്തെ നടന്നൊരു തല്ലിന് പകരം ചോദിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായ സംഘർഷമാണെന്നുള്ള. പക്ഷേ ഡിസംബർ മാസം 16-ാം തീയതി പോലീസ് എടുത്തിരിക്കുന്ന 1402 നമ്പർ എഫ്ഐആർ പ്രകാരം 9 യൂത്ത് ലീഗ് നേതാക്കൾക്കെതിരെ, പ്രവർത്തകർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അവിടെ ലീഗിന്റെ അസഹിഷ്ണുതയ്ക്ക് ഉദാഹരണമായി നിരത്തുന്ന സംഭവങ്ങളിലൊന്നാണിത്. 2, ഈ വിജയാഹ്ലാദ പ്രകടനം പോയ സമയത്ത് കുപ്പിയേറിൽ നേരത്തെ ഒരു പ്രവർത്തകന് പരിക്കേറ്റിരുന്നു. അദ്ദേഹം ചികിത്സ തേടിയിരുന്നു. ഇപ്പോൾ വിജയിച്ച കൌൺസിലർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്ന് റഹീം പറയുന്നു. അപ്പോൾ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയമായി കാലിടറിയതിലുള്ള അസഹിഷ്ണുത അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടരുന്നു. അതിൽ ഔഫ് എന്നുള്ള വ്യക്തിക്ക് പങ്കുള്ളതുകൊണ്ട് ഔഫിനെ നോക്കിവെച്ച് വകയിരുത്തി എന്നുള്ള നിഗമനമാണ് ഇപ്പോൾ CPM ജലീലിനെ പോലെയുള്ളവർ കരുതുന്നത്. ഡിവൈഎഫ്ഐയോടോ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടുള്ള എതിർപ്പിനെക്കാട്ടിലും ശക്തമാണ് AP വിഭാഗത്തോട് ലീഗിനുള്ള അസഹിഷ്ണുത എന്നുള്ളതാണ്. അതിനുള്ള മറുപടി എന്താണ്? അല്ല, ലീഗിനെ എതിർക്കുന്ന മുഴുവൻ പേരോടും അസഹിഷ്ണുതയുണ്ട്. നമ്മൾ ഈ പാർട്ടി ഗ്രാമം എന്നെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ സാധാരണ മലയാള മാധ്യമങ്ങൾ കൽപ്പിച്ചു കൂട്ടിയ പറഞ്ഞു വെച്ച കാര്യങ്ങളെല്ലാം വെച്ച് മലയാളിയുടെ പൊതുബോധത്തിൽ വരുന്നത് CPM-ന്റെ കൊടി പാറിപ്പറക്കുന്ന സ്ഥലം എന്ന നിലയിലാണല്ലോ. എന്നാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ അസഹിഷ്ണുതയുടെ കണക്ക് പറഞ്ഞു തരാം. നിങ്ങൾ നേരത്തെ കണ്ടില്ലേ എത്ര ലളിതവൽക്കരിച്ചാണ് പറഞ്ഞത്? ആ വാർഡില് ലീഗ് ജയിച്ച സ്ഥലമാണ്. പക്ഷെ ലീഗ് അവിടെ പരാജയത്തിനൊത്ത് ജയിച്ചു, തോറ്റതിനൊക്കുമേ ജയിച്ചു, വളരെ നാമമാത്രമായ വോട്ടിന് ജയിച്ചു. ആ നാമമാത്രമായ വോട്ടിന് ജയിച്ചപ്പോഴാണ് അതിന്റെ വാശിക്ക് വോട്ട് മാറ്റി ചെയ്യാൻ സാധ്യതയുള്ളവരുടെ വീടുകളിലെല്ലാം കയറി ആക്രമിച്ചത്. നിങ്ങൾ കണ്ടല്ലോ. ഇതാണ് ലീഗ്. ലീഗിനെ എതിർക്കുന്ന മുഴുവൻ പേരെയും ലീഗ് അസഹിഷ്ണുതയോടെയാണ് നോക്കിക്കാണുന്നത്. അതിനൊരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞല്ലോ, ചട്ടച്ചാലില് ഞാൻ പ്രസംഗിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി
ഒരു സംഘം വന്നു നിന്നിട്ട് പറയാണ് ലീഗിനെതിരെ സംസാരിക്കാൻ പാടില്ലെന്ന്. ഇതാണ് ലീഗ്. എത്ര സ്ഥലങ്ങളുണ്ട്? അസഹിഷ്ണുതയുടെ മൂർത്തിമത് ഭാവമാണ് ലീഗ്. ഇവിടെ പറഞ്ഞല്ലോ, ആലമ്പാടി ഉസ്താദ് ഉത്തര കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ മതപണ്ഡിതനാണ്. ആ മതപണ്ഡിതന്റെ ചെറുമകനെയാണ് കൊന്നത്. അത് ഈ പറഞ്ഞല്ലോ, AP വിഭാഗത്തിന്റെ കാര്യം ഇവിടെ പറഞ്ഞല്ലോ. ലീഗിനെ വിമർശിക്കാൻ പാടില്ല, ലീഗിനെ എതിർക്കാൻ പാടില്ല, ലീഗിന്റെ കൊള്ളരുതായ്മകളെ തള്ളി പറയാൻ പാടില്ല. ലീഗ് പേയ്മെന്റ് സീറ്റ് കൊടുക്കുമ്പോൾ, ലീഗ് പണാധിപത്യത്തിന്റെ കീഴിലേക്ക് പോകുമ്പോൾ, ലീഗ് അഴിമതി നടത്തുമ്പോൾ അതിനെക്കുറിച്ച് മിണ്ടാനേ പാടില്ല. ഈ ലീഗ് കുറെ കാലമായി എന്തിന്റെ പുറത്താണ് ശ്രീ സുരേഷ് നിൽക്കുന്നത്? ഒരു കമ്മ്യൂണിസ്റ്റോഫോബിയ, ഒരു ഇടതുപക്ഷ വിരുദ്ധത മുസ്ലിം ജനവിഭാഗങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുകയും അത് തുടർച്ചയായി നിലനിർത്തുകയും ചെയ്തുകൊണ്ടല്ലേ ഈ ന്യൂനപക്ഷ ജനവിഭാഗത്തിന്റെ വോട്ട് അവർ പിടിച്ചു നിർത്തുന്നത് ബാങ്കായിട്ട്. അത് കാലിടറുകയാണ്. കാലാന്തരത്തിൽ സമൂഹം അത് തിരിച്ചറിയുകയാണ്. കമ്മ്യൂണിസ്റ്റോഫോബിയയുടെ തണലിൽ ജീവിച്ചിരുന്ന കാലം മാറി. അങ്ങനെ കാലം മാറിയപ്പോഴാണ്, ആ ചോർച്ച തിരിച്ചറിയുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും ഉൾപ്പെടെയുള്ള സംഘങ്ങളുമായി ഇവർ പോയി കൈകൊടുക്കുന്നത്. ലീഗിനകത്ത് അഭിപ്രായ വ്യത്യാസമല്ലേ ഈ കാര്യത്തിൽ? കുഞ്ഞാലിക്കുട്ടിയുടെ വരവിനെതിരെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസം രൂപപ്പെട്ടു വന്നിട്ടുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നു, ഇന്നലെ വരെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ ലീഗിനകത്ത് സംസാരിച്ചിരുന്നവർ ഇപ്പോഴെന്തുകൊണ്ട് മിണ്ടുന്നില്ല? ലീഗ് നിർബന്ധിതമാവുകയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, താലിബാനിസം എന്ന് ഞാൻ പറയുമ്പോൾ ശ്രീ ശംസുദ്ദീൻ വല്ലാതെ അസ്വസ്ഥനായി. എന്തുകൊണ്ട് ഞാനത് പറഞ്ഞു? ആ ദൃശ്യത്തിൽ PG സുരേഷ് നേരത്തെ കാണിച്ചല്ലോ ഏഷ്യാനെറ്റ്, ആ ദൃശ്യത്തിൽ കാണുന്നത് അസഹിഷ്ണുതയുടെ പേര് താലിബാനിസം എന്നല്ലേ? പറയൂ, ഇന്ന് ഈ കണ്ടത് ഒരു ചെറുപ്പക്കാരനെ കൊന്നു തള്ളിയത് താലിബാനിസമല്ലേ? എന്നിട്ട് കണ്ണിൽ ചോരയില്ലാതെ വന്നിരുന്നതിനെ ന്യായീകരിക്കുന്ന താലിബാനിസമല്ലേ? ഇനി ചരിത്രത്തിൽ എത്രയെത്ര അനുഭവങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരണം. PK ബഷീർ MLA ഒരു പ്രസംഗം മറന്നുപോയോ? കൊന്നു കളയാനല്ലേ പറഞ്ഞത് രണ്ടുപേരെ? ആ രണ്ടുപേരെ കൊന്നില്ലേ നിങ്ങൾ? എത്ര പേരുടെ പേര് പറയണം? KP വത്സലിനെ മറന്നുപോയോ? ജോബി ആൻഡ്രൂസിനെ മറന്നുപോയോ? പോട്ടെ, ഇവിടെ പ്രതിപാദിച്ച വിഷയമുണ്ടല്ലോ, AP വിഭാഗത്തോടുള്ള അസഹിഷ്ണുത കാരണം ഈ കേരളത്തിൽ ലീഗുകാർ എത്രയെത്ര മതപണ്ഡിതരെ കൊന്നുകളഞ്ഞു. ഉത്തര കേരളത്തിലെ പ്രമുഖനായ ഒരു പണ്ഡിതന്റെ ചെറുമകനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. അതല്ല, അതിനപ്പുറത്ത് പണ്ഡിതരെ തന്നെ എത്ര പേരെ ലീഗ് കൊന്നിട്ടുണ്ട്? ലീഗ് ആയുധമെടുത്ത് കൊന്നിട്ടുണ്ട് എത്ര പേരെ? ഇതെല്ലാം കേരളത്തിൽ ഒരു പരിധിക്കപ്പുറം ഒരു ചർച്ചയായി ഉയർന്നു വന്നിരുന്നില്ല. ലീഗ് ഒരു വിശുദ്ധ പശുവിനെ പോലെ യാഥാർത്ഥ്യം. ഇത് ഡിവൈഎഫ്ഐയുടെയോ ഇടതുപക്ഷ പ്രവർത്തകനോ എന്നുള്ളതിനപ്പുറത്തേക്കുള്ള ഒരു മാനം ഈ സംഭവത്തിലുണ്ട് എന്നുള്ളതാണ് ജലീൽ അടക്കമുള്ളവർ സൂചിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആലഞ്ചേരി ഉസ്താദിന്റെ ചെറുമകൻ എന്ന് പറയുന്നത് ഒരു AP വിഭാഗത്തിന്റെ ഒരു ആത്മീയ മുഖം കൂടിയാണ്. അദ്ദേഹത്തിന്റെ ചെറുമകൻ എന്ന് പറയുമ്പോൾ SSFിലൂടെ ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലടക്കം പങ്കെടുക്കുകയും ആ സുന്നി പ്രസ്ഥാനങ്ങൾ AP വിഭാഗം എടുത്ത നിലപാടുകളുടെ ഭാഗമായി ഇടതുപക്ഷത്തിന് വേണ്ടി വളരെ ശക്തമായി പോരാടുകയും ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള ശത്രുതയുടെ ആഴം കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വ്യക്തമായ മതബോധവും മതവിശ്വാസവും കൊണ്ട് നടക്കുകയും അത് പരസ്യമാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും അത് പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരു കൈയിൽ ഒരു ചുവപ്പ് കൂടി അണിയുന്ന യുവാക്കളുടെ എണ്ണം കൂടി വരുന്നതിൽ ലീഗിന്റെ അസഹിഷ്ണുതയാണ് ഈ സംഭവത്തിന്റെ പിന്നിലെന്ന് ഉദാഹരിക്കുന്നവരുണ്ട്. അതിനുള്ള മറുപടി ഇത് കേട്ടിരുന്നൊരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ അഷ്റഫ് അലിയോടും സ്വരാജിനോടും അല്ലെങ്കിൽ എനിക്ക് പൊതുവായി പറയാനുള്ള ഒരു വാചകം ഇതാണ്. ഈ കഴിഞ്ഞ 5 മാസത്തിനിടയിൽ അഷ്റഫ് അലി 6 ചെറുപ്പക്കാരാണ് കൊല്ലപ്പെട്ടത്. ഈ 6 ചെറുപ്പക്കാരുടെ ഇന്നടക്കമുള്ള കൊലപാതകങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ അപലപിച്ചിങ്ങനെ തുടങ്ങും. അത് കഴിഞ്ഞ് ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് അത് CPM വിമർശനത്തിലേക്ക് നീങ്ങും. CPM വിമർശനം എന്ന് പറഞ്ഞത് അഷ്റഫ് അലി ടിപ്പിക്കലായി ഇപ്പോൾ വരച്ചിട്ട ഇതേ കാരണങ്ങളിലേക്ക് വരും. ഇതേ കാരണങ്ങൾക്ക് അന്ന് ഓരോ ഘട്ടത്തിലും എന്തെല്ലാം നടപടികൾ ടിപ്പിക്കലല്ല. എന്താണ് ശരത്, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞത് എത്രത്തോളം ടിപ്പിക്കലാണ് ഇതൊക്കെ? വിഷയങ്ങൾ വരുമ്പോഴേക്ക് നിങ്ങൾ ഇങ്ങനെ മാറിപ്പോകരുത്. എനിക്ക് അത്ഭുതം തോന്നുകയാണ് അഷ്റഫ് അലി. നിങ്ങളുടെ ഈ മാറ്റം എന്നെ അത്ഭുതപ്പെടുത്തുകയാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനും ബോധ്യമുള്ള യാഥാർത്ഥ്യങ്ങളല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ എന്ത് ടിപ്പിക്കലാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓരോരോ വിഷയങ്ങൾ CPM-ന് മേൽ എടുത്തിട്ട് അതാണ് ടിപ്പിക്കലായി ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞത്. ഏതെങ്കിലും മോശമായിട്ടല്ല, നിങ്ങളുടെ വാദങ്ങൾ. ഞാൻ പറഞ്ഞു, അഷ്റഫ് അലി ഇത് ചെയ്താൽ കഴിഞ്ഞ 5 കൊലപാതകങ്ങളിലും ചർച്ചയിലേക്ക് വന്ന എല്ലാ UDF നേതാക്കളും ഉന്നയിച്ച വിഷയങ്ങളാണ്. അന്നെല്ലാം സ്വരാജ് മറുപടി പറയാൻ സന്നദ്ധനായ ഒരു വിഷയത്തിലേക്ക് അഷ്റഫ് അലി അതേ വിഷയങ്ങൾ എടുത്തിട്ടു എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്വരാജിന്റെ കയ്യിൽ ഉള്ള മറുപടി ഇനി അഷ്റഫ് അലിക്കായി നൽകൂ. പല ചർച്ചകളിലും ഇതേ വിഷയം വന്നതുകൊണ്ട് ഞാൻ ഓർമ്മിച്ചത്. സ്വരാജ് മറുപടി. അല്ല, ഞാൻ പറയട്ടെ, കേരളത്തിന്റെ കൊലപാതക രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു ഭാഗത്ത് CPM ഉണ്ട്, അല്ലെങ്കിൽ അതാണ് ടിപ്പിക്കൽ എന്ന് പറഞ്ഞത്. അത് ഉള്ളതാണ്, UDF-ന്റെ വാദമാണ്, സ്ഥിരമുള്ളതാണ്. വരുന്നുള്ളൂ എന്നുള്ളതാണ്. ഇനി മറുപടി.